സംഘടനകളിൽ നിന്ന് 10-15 ആൾക്കാരെയും കൂട്ടിയായി നമ്മൾ സംഘടന നടത്തുന്നത്. ഇപ്പോൾ ജില്ലയിലൊക്കെ ആ സംവിധാനം നിലനിർത്തിക്കൊണ്ട് തന്നെ KMCC സ്വന്തമായിട്ട് 1000-ലധികം വളണ്ടിയർമാർ കഴിഞ്ഞ കൊല്ലത്തിനെ കാണാൻ ഒരു 30% കൂടുതൽ ആൾക്കാർ ഈ സേവനത്തിന് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞങ്ങളെ ജിദ്ദ KMCC സംബന്ധിച്ചിടത്തോളം ഇത് നാഷണൽ കമ്മിറ്റീൻ്റെ കീഴിലാണ് ഈ സംവിധാനമെങ്കിലും ജിദ്ദ KMCC ആണ് ഇതിന് എല്ലാവിധ സംവിധാനങ്ങളും. അതിന് താഴ്ത്തുന്ന അവിടുത്തെ കമ്മിറ്റിയുടെ ചെയർമാൻ ജമാൽ വട്ടപ്പള്ളി മക്കത്തിൽ നിന്ന് ഇതിൻ്റെ 10-30 കൊല്ലമായിട്ട് ഈ സേവനത്തിൻ്റെ മേലെയുള്ള അബ്ദുറഹ്മാൻ വടകര ജിദ്ദയിൽ നിന്ന് ജിദ്ദ KMCCയുടെ ഭാരവാഹി എന്ന നിലയിൽ ഞാൻ KP മുഹമ്മദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയും അതിൻ്റെ സഹഭാരവാഹികളും. ഇതെന്ന് പറയുന്നത് ജിദ്ദ KMCCയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ജിദ്ദ KMCCക്ക് ഈ കാര്യത്തിൽ പരമാവധി ചെയ്യാൻ കഴിയും. ഇതിന് കഴിഞ്ഞ വർഷങ്ങളിൽ നേരത്തെ കൊടുത്ത കുഞ്ഞുമുഹമ്മദ് ഖത്താബി നമ്മളെ കൂടെ ഉണ്ട്. ഇവരൊക്കെ കഴിഞ്ഞ കൊല്ലം ഈ കമ്മിറ്റിയൊക്കെ രൂപീകരണത്തിലോ അങ്ങനെയൊക്കെയാണ് ഇത് സംഘടിപ്പിച്ചത്. ഇത് ആരുടെയെങ്കിലും ഒരാളോ 10 ആളോ 100 ആളോ വിചാരിച്ചാൽ നടത്താൻ കഴിയുന്നതല്ല ഈ സംവിധാനം. അത്രയും മാസങ്ങളെടുത്തിട്ടുള്ള പ്രവർത്തനമാണ്. ഈ ബിൽഡിംഗ് കഴിഞ്ഞ വർഷം ഇവിടെ നമ്മുടെ അടുത്ത് വന്ന ആൾക്കാരുണ്ടാവും. നമുക്കന്ന് ഇത്രയും സൗകര്യം ഇല്ലാത്ത 1-2 ആംബുലൻസുകൾ ഒരു രോഗിയെ കൊണ്ടുപോകാൻ കോൺസുലേറ്റ് ഒരു വാഹനം നമുക്ക് കൊടുത്തുവിടാറുണ്ടായിരുന്നു. അങ്ങനത്തെ 2 വണ്ടിയിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് ഓടുന്നില്ല. ഈ ബിൽഡിങ് ലക്ഷക്കണക്കിന് റിയാൽ എടുത്തിട്ടാണ്. ഇതിൽ നമുക്ക് താമസിക്കാൻ നമ്മളതായിട്ട് ഉപയോഗിക്കാൻ വെള്ളമില്ലാത്ത ബസ്സില്ല, ബെഡില്ലാത്ത ബസ്സില്ല, സ്ഥലസൗകര്യക്കുറവില്ല, ബാത്റൂം മക്കയിലാണ് നമ്മൾ ഈ സജ്ജീകരണം ഒരുക്കിയത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് അള്ളാഹ് നമുക്ക് കനിഞ്ഞരിൽ തന്ന ഒരു അനുഗ്രഹമാണ്. ഇതിൽ നമ്മൾ അള്ളാഹുവിൻ്റെ വജീനെ മാത്രം കണക്കാക്കി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത്രയും ഞങ്ങളെ പറയുകയാണെങ്കിൽ ഞങ്ങൾ 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഞങ്ങളെ വീട്ടിൽ ദിവസങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങളെ പറ്റുന്നല്ലോ. അപ്പം നിങ്ങൾ ആ കാണിച്ച നിങ്ങളെ മനസ്സ്, നിങ്ങൾ ഇതിനോട് കാണിച്ച സ്നേഹം, ഈ സംവിധാനത്തോട് നിങ്ങൾ ചെയ്ത ഈ കൂട്ടായ്മ ഇതെന്ന് പറയുന്നത് ഞങ്ങൾ വളരെയധികം അള്ളാഹു നിങ്ങൾക്ക് അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകി. ഇതിന് അല്ലാണ്ട് ഒരു പടപ്പിന് നിങ്ങൾക്ക് പത്രകോളങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ വർത്തമാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വർത്തമാനത്തിലോ ഇത് കഴിയും. പിന്നെ നിങ്ങളെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾ ഈ യാത്ര കൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. അതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത്